ണ്ട്. ഞാൻ ചില മെസ്സേജുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ മെസ്സേജുകൾക്ക് ഞാൻ തക്കതായിട്ടുള്ള മറുപടി സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരികയോ എന്റെ സെൽഫ് റെസ്പെക്ട് ഇടിഞ്ഞു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ഞാൻ തുറന്നു പറയാറ്. മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ രഞ്ജിത്തേട്ടൻ ഇപ്പോൾ അടുപടലം 3G അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും ഒരു ബംഗാളി നടിയുടെ ഒരു പരാമർശം. അതിൽ പെട്ടുകിടക്കുകയാണ് രഞ്ജിത്തേട്ടൻ. അവര് പറഞ്ഞു, ഈ ഡയറക്ടർ രഞ്ജിത്ത് പാലേരി മാണിക്യം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു അതിലേക്ക് ഒരു നടിയെ വേണം എന്ന് ആവശ്യപ്പെടുന്നു. അതിലേക്ക് ഈ ഒരു നടിയെ ഒരു ഡോക്യുമെന്ററി ഡയറക്ടർ റെഫർ ചെയ്യുന്നു. അങ്ങനെ അവർ വരുന്നു. രഞ്ജിത്തേട്ടൻ മോശമായിട്ട് പെരുമാറി എന്നുള്ളൊരു പരാമർശമാണ്. അതിലിപ്പം പെട്ടുകിടക്കുകയാണ് ഈ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞല്ലോ, അതായത് ഒരു ഡോക്യുമെന്ററി ഡയറക്ടർ രഞ്ജിത്തേട്ടന്റെ ഈ ഒരു സിനിമയിലേക്ക് ഇവരെ റെഫർ ചെയ്ത് അദ്ദേഹവും വന്നിട്ട് ഇന്നലെ പറയുന്നത് കേട്ടു. ഈ നടിയുടെ ഭാഗത്താണ് സപ്പോർട്ട് ചെയ്താണ് ആ വ്യക്തി സംസാരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ അണ്ണൻ പെട്ടുകിടക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ അണ്ണന്റെ ഒരു ചാനലിൽ വിളിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡയറക്ടറിന്റെ ഈ ഒരു ഡോക്യുമെന്ററി ഡയറക്ടർ വന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടത്. മൊത്തത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അണ്ണം പെടാൻ പോവുക, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാം. അതുപോലെ തന്നെ അൻസിബ ഹാസൻ, നമ്മുടെ അമ്മ എക്സിക്യൂട്ടീവ് അംഗം കൂടെയാണ് അൻസിബ ഒരു അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് പോലും അൻസിബ ഇന്ന് രാവിലെ ഞാൻ കേട്ടു, അൻസിബ വന്നിട്ട് അൻസിബയ്ക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഒരു മോശം അനുഭവം അൻസിബ പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാം. എനിക്ക് ഇന്നലെ തൊട്ട് 1-2 പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചു, ബ്രോ ഈ ഒരു വിഷയം ഇത് 5 വർഷം മുമ്പ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റെഡിയായതാണ്. ഈ 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഈ സാധനം കൊണ്ടുവന്ന് അങ്ങോട്ട് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? ഒരുപാട് കാരണങ്ങൾ പലരും പറഞ്ഞ് ഞങ്ങൾ കേട്ടു. എന്തായിരിക്കും ഒരു ജെന്യുവിൻ റീസൺ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ തുടങ്ങാം. സംഗതി വേറൊന്നും കൊണ്ടല്ല, ഈ അമ്മ സംഘടനയിലുള്ള ആളുകളായിക്കോട്ടെ, മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള കുറെ ചേട്ടന്മാരെ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രഞ്ജിത്തിനെ പോലുള്ള ആളുകളെ പോലും ഇപ്പൊ പെടാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർക്കാരാണ് ഇപ്പൊ ഇത് പുറത്തു വിടുന്നത്. സർക്കാർ എന്തുകൊണ്ട് ഇപ്പൊ ഈ ഒരു സാധനം പുറത്തു വിട്ടു? സർക്കാരിന് കുറെ ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വയനാട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പൊ കിടക്കുകയാണ്. ഇപ്പൊ ഒരുപാട് കാശ് ഖജനാവിലേക്കെന്നല്ല, നമ്മുടെ മന്ത്രിയുടെ മറ്റേ ദുരിതാശ്വാസത്തിലേക്കൊക്കെ ചെന്നു. അതിന്റെ കണക്ക് കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരം ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയം വന്നതോടുകൂടി അതിനെപ്പറ്റി ഒരാളും ഒരു ചർച്ചയില്ല. എല്ലാ ചാനലുകളിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി, പുതിയ നായിക വരുന്നു, പുതിയ നടൻ വരുന്നു, അങ്ങനെ പരാമർശിക്കുന്നു, ഇങ്ങനെ പരാമർശിക്കുന്നു. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലാ ചാനലുകളിലും. ഇതിന്റെ ഇടയ്ക്ക് എന്തോരം കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് വയനാടിന്റെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞുള്ള ഒരു ഗ്യാപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഭീതിയോടെ കണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. കാരണം മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുമോ എന്നും പറഞ്ഞ് നമ്മൾ എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ അതിനെപ്പറ്റി? ഇല്ല. എവിടെ വയനാട് ഞാൻ പറഞ്ഞ ദുരന്തത്തിന്റെ അവിടെ ജനങ്ങൾക്ക് കിട്ടാനുള്ള അതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്താണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യാനിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഗവൺമെന്റ് സത്യം പറഞ്ഞ ഒരു പ്രോപ്പർ ടൈം നോക്കി ഒരുപാട് ചോദ്യങ്ങൾ അവർ നേരിടാൻ പോകുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ കുറെ മണ്ടന്മാര്, നിങ്ങളെ പോലുള്ള മണ്ടന്മാര് ഇതിന്റെ പുറകെ പോകും എന്നീ ബുദ്ധിമാന്മാർക്ക് അറിയാം. അതാണ് ഇവിടെ ചെയ്തത്. കുറെ നമ്മളിപ്പോഴൊക്കെ ഞാനൊക്കെ വന്നിരുന്നത് പറഞ്ഞാലും കുറെ ആളുകൾ മെയിൻ സ്ട്രീം ചാനലുകൾ ഇതിന്റെ പുറകെ പൊക്കോണ്ടിരിക്കുന്നതോറും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ കിടന്ന് കരകൊര എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ തൊണ്ട പോകുന്നേ ഉള്ളൂ. എന്നാൽ കുറച്ച് പേരെ കാണുള്ളൂ. മെയിൻ സ്ട്രീം ചാനൽസിൽ ഇത് തന്നെ അവർക്ക് ഇട്ട് കൊടുത്തൊരു ബോംബാണിത്. മനസ്സിലായില്ലേ? എല്ലാവരും ഇതിന്റെ പുറകെ, അത്രേ ഉള്ളൂ. സർക്കാർ അതാണ് ഇപ്പൊ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ഇത് വിട്ടത്. അല്ലാതെ അതും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്തെ കുറെ പേജുകളില്ല. അതിനകത്ത് ഞാനിപ്പോ അറിയാൻ സാധിച്ചത് അതിനകത്ത് പല ആളുകളുടെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി. ഇതിപ്പോ ഒരു അന്തോ കുന്തോ ഇല്ലാത്ത ഒരു റിപ്പോർട്ട്. സിനിമയിൽ ഇങ്ങനെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇത് പണ്ടോട്ടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോ റിപ്പോർട്ടായിട്ട് വന്നതുകൊണ്ട് ഇപ്പൊ ഇതുപോലെ ബംഗാളി നടി, അവിടുന്ന് മടിയും ഈ നടിയും മറ്റേ നടിയും എല്ലാം വന്നിട്ട് അവരുടെ പഴയ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. ഇതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. അല്ലാതെ പ്രോപ്പറായിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരാളുടെയും പേരെടുത്ത് പറയാതെ ഈ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്ന എല്ലാവരുടെയും പേര് മുക്കിക്കളഞ്ഞു. കാരണം സർക്കാരിന് ചിലപ്പോൾ ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തോരം കാശ സർക്കാരിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഇവരെ ദ്രോഹിക്കത്തുമില്ല. പക്ഷെ ഈ ഒരു ബോംബ് ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടിയിട്ട്
പക്ഷെ അതിനകത്ത് ഇവരെ ദ്രോഹിച്ചിട്ടില്ല, കാരണം പേരുകൾ പുറത്തു വിട്ടിട്ടില്ല. അതൊക്കെ മറ്റേ വെട്ടിക്കളഞ്ഞിട്ടാണ്, മറ്റേ സെൻസർ ചെയ്ത് കളയത്തില്ല, അതുപോലെ അതിന്റെ പേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് വലിയ കഥകൾ, അതൊരാളെ പേഴ്സണലി അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, മറ്റേ വാട്ട് ദ ഷെയ്ഡ് ഈസ് ദാറ്റ്. പിന്നെ എന്തിനാ ഇങ്ങനെ റിപ്പോർട്ട്? അവർക്കും ദോഷമില്ല, സിനിമ ഇൻഡസ്ട്രിയിൽ തലപ്പത്തിരിക്കുന്നവന്മാർക്കും ദോഷമില്ല, സർക്കാരിന് എന്നാൽ ദോഷമില്ല. ജനങ്ങൾ കുറെ ദിവസം ഇതിന്റെ പുറകെ പോകും, അത്രേ ഉള്ളൂ. പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ ഈ ഒരു സംഗതി, മനസ്സിലായില്ലേ? ഇതാണ് നടക്കുന്നത് ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ പുറത്ത്. ഇപ്പൊ ഇത് വന്നതിന്റെ മെയിൻ കാര്യം ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫസ്റ്റ് അൻസിബയുടെ കുറച്ച്, അൻസിബ പറഞ്ഞു ഇന്ന് വന്ന ഒരു ചാനലിൽ വന്ന കുറച്ച് ബൈറ്റ് ഉണ്ട് അൻസിബ സംസാരിക്കുന്നത്, അത് ഞാനൊന്ന് കേൾപ്പിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ രഞ്ജിത്തിന്റെയും നമുക്ക് മറ്റേ നടിയുടെ ഒക്കെ കാര്യത്തിലോട്ടൊക്കെ പോകാം. അത് കോമഡിയാ. എന്തായാലും നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നോക്കിക്കോ. അതായത് നമ്മുടെ ഈ പ്രശ്നം, ഏറ്റവും നമ്മുടെ വലിയ പ്രശ്നം സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ആളുകൾ, ഇത്തരം അനുഭവമുള്ള ആളുകൾ കൂടുതൽ പരാതിയുമായി രംഗത്ത് വരാതിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അൻസിബ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? കാരണം ഇത് ഇങ്ങനെയുള്ള പരാതികളിൽ അതിവേഗ കോടതി വേണം തീർപ്പാക്കാൻ. അങ്ങനെ അതിവേഗ കോടതി തീർപ്പാക്കും എന്നുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് സ്ത്രീകൾ അവരുടെ പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നം ആളുകളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടുള്ള ഭയമല്ല, അതിലുപരി ഒരു കേസിന്റെ പുറകെ വർഷങ്ങളോളം അലയേണ്ടി വരുമോ, തന്റെ നിത്യജീവിതത്തെ അത് ബാധിക്കുമോ, തന്റെ തൊഴിലിനെ അത് ബാധിക്കുമോ, ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകളായിരിക്കും, അവരുടെ സമയമാണ് പോകുന്നത്. സമയത്തിന് വാല്യൂ ഉണ്ട്, സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പൊ ആ സമയം പോകുമോ എന്നുള്ള ഭയമാണ് എല്ലാവർക്കും ഉള്ളത്. ആ സമയം പോകില്ല, നിങ്ങൾക്ക് നീതി ഉടനെ ലഭിക്കും എന്നുള്ളത് ഓരോ വ്യക്തികൾക്ക്, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും, അത് ആ വ്യക്തികൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ പരാതിയുമായി എല്ലാവരും മുന്നോട്ട് വരും. ഷീ ഹാഡ് സം വാലിഡ് പോയിന്റ്. എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ള കാര്യമാണ്, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് അൻസിബ ഹസൻ. കാരണം ഇവിടെയാണെങ്കിലും അവര് പറയുന്നത് അവര് പറഞ്ഞ വളരെ വളരെ വിലയേറിയ ഒരു കാര്യമാണ്. അതായത് ഈ ഒരു പെൺകുട്ടി വന്നൊരു കേസ് കൊടുക്കുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് പേടിയാണ്, ഇതിന്റെ പുറകെ ചുമ്മാ വർഷങ്ങൾ കയറി ഇറങ്ങി നടക്കണം. നമ്മൾ ഈ അടുത്തും കണ്ടു ഒരു അതിജീവിതയുടെ കേസ്, എത്ര കൊല്ലങ്ങളായി, ആ പ്രതി ഒന്നകത്ത് പോയി, പിന്നെ തിരിച്ചു വന്ന് പുറത്തുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? വീണ്ടും കേസ് നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഗുണമുണ്ടോ? കാശുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ഇതിന്റെ പുറകെ നടക്കാം, എന്നാലും സമൂഹത്തിൽ ചീത്തപ്പേരാ. ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഒരു തീർപ്പ് വരണമെങ്കിൽ 10-15 കൊല്ലം എടുക്കും. എന്താ അതെന്ത്? അതുകൊണ്ട് തന്നെയാണ് പലരും പല കാര്യങ്ങളും പുറത്തു പറയാത്തത്, കേസായിട്ട് പോകാത്തത്. എന്തിന് കേസായിട്ട് പോകണമെന്നുള്ളൊരു ചോദ്യമാണ്. ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കണം. സോ ആ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു വലിയൊരു കുഴപ്പമായിട്ട് എനിക്കും അതിനെ തോന്നുന്നത്. ആളുകൾക്ക് പേടിയാണ് ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്ന്. ആർക്കാണെങ്കിലും, നിങ്ങൾക്കും ആണെങ്കിലും ഒരു കേസിന്റെ പുറകെ ഒരുപാട് നടന്നു കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. ഇങ്ങനെയുള്ള കേസുകളിൽ, പ്രത്യേകിച്ച് ഈ പീഡനം, ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഒരു മോൾസ്റ്റേഷൻ, ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇപ്പം അൻസിബ പറഞ്ഞ പോലെ തന്നെ ഒരു അതിവേഗ കോടതി ആ ഒരു സെറ്റപ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സംഹൗ ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ച് അത് ചില നെഗറ്റീവ് സൈഡുകളും ഉണ്ട് ഈ ഒരു കാര്യത്തിന്. ഈ അതിവേഗ കോടതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസുകൾ നോക്കിയിട്ട് മാത്രമേ ഒരാളെ ശിക്ഷിക്കാവുള്ളൂ. അല്ലാതെ ചുമ്മാ കയറി ഈ അതിവേഗ കോടതി എന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കാൻ നിൽക്കരുത്. പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടോ ശിക്ഷിക്കുക, അതിനെ പിന്നെ വെച്ച് നീട്ടി പോകരുത്. ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് രണ്ടാ പ്രശ്നമുള്ളത്. ഒന്ന്, നല്ല രീതിയിലുള്ള ജനങ്ങൾക്കുള്ള ഇങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികൾ മാറി കിട്ടും. ഒരു കോടതിയുടെ ഒരു കേസിന്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ എടുക്കും എന്നുള്ളൊരു കാര്യം മാറിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസുകൾ നോക്കി എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കേസുകൾക്ക് ഒരു പ്രത്യേക ഒരു കോടതി വന്നിട്ട് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഇവിടുത്തെ സിസ്റ്റത്തിനോട് കുറച്ചും കൂടി ഒരു ബഹുമാനം തോന്നും. മനസ്സിലായില്ലേ? അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ അതുപോലെ തന്നെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും ചാൻസ് ഉണ്ട്. ചുമ്മാ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കേസ് പറഞ്ഞു, അവനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നേരെ അവനെ പിടിച്ചുകൊണ്ടെന്ന് നേരെ അങ്ങ് ശിക്ഷിക്കുക, അങ്ങനെയല്ല. എവിഡൻസുകൾ നോക്കുക, എന്നിട്ട് വിത്തിൻ 1 or 2 months അല്ലെങ്കിൽ ഒരു 3 months മാക്സിമം പോയി കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ ഒരു ശിക്ഷ നടപ്പാക്കണം. അങ്ങനത്തെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ മേഖല എന്നല്ല, പല മേഖലകളിൽ നിന്നുമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും ഇത്. ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ചില മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്, ആ മെസ്സേജുകൾക്ക് ഞാൻ തക്കതായിട്ടുള്ള മറുപടി സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരികയോ എന്റെ സെൽഫ് റെസ്പെക്ട് ഇടിഞ്ഞു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ഞാൻ തുറന്നു പറയാറുണ്ട്, തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ആ ഒരു പ്രശ്നം നേരിടേണ്ടി വരാറില്ല. അൻസിബയും അപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. അൻസിബയ്ക്കും ചില ഇക്ലിപ്പെടുത്തുന്ന ചില ചറ്റകളുടെ മെസ്സേജുകൾ ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആ കുട്ടിയും പറഞ്ഞു വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ, സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരനുഭവം പറയാൻ കാണും. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇന്നലെ നമ്മുടെ ജോമോളി ചേച്ചിയാണ് പറയുന്നത്, എനിക്ക് ഒരു അനുഭവം വന്നിട്ടില്ല, എന്റെ ആരും വന്ന് തട്ടിയിട്ടൊന്നുമില്ലെന്ന്. പക്ഷെ അപ്പൊ നമ്മളെല്ലാരും കുറെ പേര് ഞാൻ പറയുന്നത് കേട്ടു, ഇത് അവരമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അമ്മയിലുള്ള ഒരു അംഗം തന്നെയാണ് ഇപ്പൊ പറയുന്നത് അൻസിബ. അവർക്ക് ഇങ്ങനെയുള്ള ചില ചെറ്റകളുടെ ചില ചേട്ടന്മാരുടെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആ കുട്ടി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് പേഴ്സണലി ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ അൻസിബ എന്ന് പറഞ്ഞത്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ജെനുവിൻ പേഴ്സണായിട്ടാണ് എനിക്ക് അന്നും തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം എന്നെ അറിയാൻ ചാൻസ് ഇല്ല, കാരണം വർഷങ്ങളായിരിക്കും, ഒരു 7 വർഷത്തിന് മുമ്പാണ് എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു അന്ന് അവരുടെ അക്കൗണ്ടിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്തോ ചെക്ക് ചെയ്യുന്നതിന്റെ പരിപാടിയായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ബട്ട് എനിക്ക് അന്നും തോന്നിയിട്ടുണ്ട് ഒരു ജെനുവിൻ പേഴ്സൺ ആണെന്ന്. ഇപ്പൊ ഇവര് ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, നമ്മുടെ അമ്മയിലുള്ള ആളുകളെല്ലാം കള്ളം പറയുന്നു, ആ ഒരു സാധനം നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെയൊന്നും അല്ലാതെ ഉള്ളവരും എന്നെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അവര് പറയുന്നു എന്താണെങ്കിലും. ഇനി നമുക്ക് ഈ രഞ്ജിത്തേട്ടന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് രഞ്ജിത്തേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു നടി, ആ ഒരു ബംഗാളി നടി പറയുന്ന ഒരു വേർഷൻ നമ്മൾ കേട്ടു. രഞ്ജിത്തേട്ടന് പറയാനുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഇതിനകത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പോ. അതുകൊണ്ട് വീഡിയോ മൊത്തത്തിൽ കാണുക, ലൈക്ക് ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ക്ലിപ്പ്. ഈ ആരോപണം ഉന്നയിച്ചെന്ന് പറയുന്ന ശ്രീലേഖ മിത്ര, ഇവർ 2009 ഞാൻ പാലേരി മാണിക്കുന്ന സിനിമയ്ക്കുണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാലത്ത്, അതിനകത്ത് ആ സിനിമ കണ്ടിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്കറിയാം, 2 സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു ശരീരത്തിനെ കുറിച്ചൊന്നും കോൺഷ്യസ് അല്ലാതെ, അതിനകത്താണെങ്കിൽ ഒരു മാണിക്യം എന്ന ക്യാരക്ടർ ചെയ്യുന്ന വളരെ സജസ്റ്റീവായിട്ടാണ് പ്ലാൻ ചെയ്തെങ്കിലും ഒരു റേപ്പ് സീൻ അങ്ങനെയുണ്ട്. പിന്നെ ചീരുവിൻ്റെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജും വേഷവും. അപ്പോൾ ചീരു എൻ്റെ മനസ്സിൽ ശ്വേതാ മേനോൻ എന്നുള്ളൊരു ഏതാണ്ട് തീരുമാനം ഉണ്ടായിരുന്നു. ഇനി കുറെ കൂടെ ബെറ്റർ ചോയ്സ് കിട്ടുമെങ്കിൽ ഏത് ഫിലിം മേക്കറും ആലോചിക്കുമല്ലോ. അങ്ങനെയുള്ള സമയത്താണ് ഈ മലയാളി പെൺകുട്ടികൾക്ക് ഇതിനോട് ഒരു ചെറിയ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണൻ, ശങ്കറെ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും പരിചയമുള്ള, ശങ്കറിനും പരിചയമുള്ള ജോഷി, നമ്മുടെ ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ, കൊൽക്കത്തയിൽ താമസിക്കുന്ന ജോഷി എൻ്റെ പഴയ സുഹൃത്താണ്. ജോഷി വഴിയാണ് ശങ്കർ എന്നോട് പറഞ്ഞത്, അങ്ങനെ ജോഷിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട്. അങ്ങനെ അവരിന്ന് പടങ്ങളിൽ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒന്നെൻ്റെ ക്യാമറാമാൻ എനിക്കറിയാവുന്ന വേണുവാണ്. അങ്ങനെ ഞാൻ വേണുവിനോട് വിളിച്ച് ചോദിച്ചു. വേണു നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഇവരെ ഒന്ന് കാണാം എന്ന് തീരുമാനിച്ച് വരികയും എറണാകുളത്തെ DD നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഫ്ലാറ്റിലാണ് അവർ വരുന്നത്. അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണനുണ്ട്, എൻ്റെ മറ്റ് അസിസ്റ്റൻസ് ഉണ്ട്, വേറെ ഏതൊരു സുഹൃത്തുക്കളാരുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആ സുഹൃത്തുക്കളൊക്കെ അങ്ങ് മാറി പുറത്തേക്ക് നിന്നു. ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാനും എൻ്റെ അസിസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഇവരുടെ ശരീരം, ഇവരത് കേൾക്കുന്ന, ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ കഥ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിൻ്റെ റൂമിൻ്റെ ബാൽക്കണി, എൻ്റെ റൂമിൻ്റെ അല്ല, അവിടെ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. ഇവർ വരികയും ഇവരെന്നോട് സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. ഇവരെ ഏത് ക്യാരക്ടർ, ചീരു അല്ല, അത് ശ്വേത തന്നെ മതി, പിന്നെ മാണിക്യം, അത് കുറച്ചും കൂടെ ഒരു പ്രായം കുറവ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള കൺഫ്യൂഷനിലൊക്കെയാണ്. അപ്പോൾ ഇവരിങ്ങനെ കഥയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ സിഗരറ്റ് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് നടന്നു, അവരും പുറകെ വന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടെ സംസാരിച്ചിട്ട് ഇവർ പോയി കഴിഞ്ഞ് അന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ശങ്കർ നമുക്കത് പറ്റില്ലല്ലോ, അങ്ങനെ പറ്റില്ല എന്നുള്ള തീരുമാനം ഞാൻ ശങ്കറിനെ അറിയുകയും ശങ്കർ ഇവരെ പിറ്റേന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. അത് നമ്മളെ ഒരു ആക്ടർ ആവട്ടെ, അത് ഫീമെയിലോ മെയിലോ ആയാലും നമ്മൾ ഒറ്റയടിക്ക് നിങ്ങൾ ശരിയാവില്ല എൻ്റെ ക്യാരക്ടറിന് എന്ന് പറയുന്ന രീതി എനിക്കില്ല, ഞങ്ങളിൽ പലർക്കും ഇല്ല. അറിയിക്കാം, ശരി, അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു അവർക്കതൊരു ഹോപ്പ് കിട്ടിക്കാണും. എനിക്ക് വേണമെങ്കിൽ അത്രയധികം ഒന്നും ഈ മാസമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, ഇത്ര ദിവസത്തെ സ്കെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് ആയിരിക്കാം ഇവർ ശങ്കറിൻ്റെ അടുത്ത് സംസാരിച്ചത് വളരെ കോപം കൊണ്ടാണ്. പിന്നെ എന്തിനാണ് നിങ്ങളെന്നെ വിളിച്ചു വരുത്തിയത്, നിങ്ങളെന്താ എൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലേ? അപ്പം ശങ്കർ അവരുടെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു, മാഡം നിങ്ങൾ അഭിനയിച്ച ബംഗാളി സിനിമകൾ കണ്ടിട്ടല്ല, നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ജോഷിയിൽ നിന്നൊരു നിങ്ങളുടെ ഫോട്ടോ കിട്ടിയത് നിങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിച്ചു, അങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷേ ഈ 2 ക്യാരക്ടേഴ്സിന് പറ്റില്ല സംവിധായകൻ പറയുമ്പോൾ പിന്നെ എന്താണ് എന്നെ വിളിച്ചു വരുത്തിയെന്ന് നേരിട്ട് നിങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടല്ലേ ഒരു നറേഷൻ അങ്ങനെയൊക്കെയല്ലേ നടക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവർ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. സോ രഞ്ജിത്തേട്ടന്റെ വേർഷൻ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതാണ് പുള്ളിക്ക് പറയാനുള്ളത്.
അതിനകത്ത് പുള്ളിയുടെ സൈഡ് പറഞ്ഞു. എനിക്ക് അതിനകത്ത് 1-2 കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് അങ്ങോട്ടൊരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് ദഹിക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ അത് വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, സുഹൃത്തുക്കൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വിളിക്കേണ്ട കാര്യമില്ല. സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ മാത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പെൺകുട്ടിയെ വിളിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ, സുഹൃത്തുക്കൾ മാറിക്കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് വാട്ട് എവർ, അത് പിന്നെ പുള്ളിയുടെ ഇഷ്ടം. ഞാനത് പറഞ്ഞു, എനിക്കൊരു പരിധിയിൽക്കുള്ള അതിനകത്ത് കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ല. പിന്നെ പുള്ളി പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഥ നറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ശരീരം താങ്കൾ ആ വ്യക്തി ഇങ്ങനെ നോക്കി ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. അത് സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്കത് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചില ഫിസിക്കും കൂടെ ചിലപ്പോൾ നോക്കേണ്ട വരുമായിരിക്കാം. പക്ഷെ എനിക്ക് കൂടുതലും തോന്നുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഒരാളുടെ അഭിനയമല്ലേ കൂടുതൽ നോക്കേണ്ടത്. ശരീരം നോക്കിയിട്ടാ ചിലപ്പം അതും ഒരു കൺസേൺ ആയിരിക്കും ചില ഡയറക്ടേഴ്സിന്, മനസ്സിലായില്ലേ? ചില പ്രത്യേക ക്യാരക്ടറുകൾ ചെയ്യുമ്പോൾ അവരുടെ ഫിസിക്ക് ചിലപ്പോൾ നോക്കേണ്ട വന്നേക്കാം. പക്ഷെ എന്തോ ആ ഈ ഒരു ഫോൺ കോളിൽ പുള്ളി അത് പറഞ്ഞ രീതിയോട് എനിക്ക് എന്തോ വോട്ടോ അത് വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ഇനി ഇതിനകത്ത് പറയുന്ന ഒരു ജോഷി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അദ്ദേഹം രഞ്ജിത്തേട്ടൻ പറയുന്നത് രഞ്ജിത്തേട്ടന്റെ ഒരു പഴയ സുഹൃത്താണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഒരു ഫ്രണ്ടിനെ ആയിരിക്കും മറ്റൊരു ഫ്രണ്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. കണ്ടു നോക്കുക. ശ്രീലേഖ മിത്ര വ്യക്തമാക്കിയത് ജോഷി ജോസഫ് എന്ന ഒരു തന്റെ സുഹൃത്തും അതോടൊപ്പം തന്നെ ഡോക്യുമെന്ററി സംവിധായകൻ, എഴുത്തുകാരൻ എന്നിവർ ഇയാളോട് ഈ വിവരമെല്ലാം തന്നെ പങ്കുവച്ചു എന്നാണ്. എന്തായാലും ഇപ്പോൾ 24 ജോഷി ജോസഫ് ചേരുകയാണ്. എന്താണ് അന്ന് ശ്രീലേഖ മിത്രയ്ക്കുണ്ട് ഒരു ദുരനുഭവം? ഞാൻ കൊച്ചിയും കൽക്കട്ടയുമായിട്ട് ഷട്ടിലടിക്കുന്ന സമയമാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഇന്ന് കാലത്ത് വിളിക്കുമ്പോഴത്തേക്കും ശ്രീലേഖ പറഞ്ഞ്, ഞാൻ കൊച്ചിയിലുണ്ട്, ശബ്ദം പതറിയിരിക്കുന്നു, ക്യാൻ യു പ്ലീസ് കം എന്ന് പറയുന്നു. ഞാൻ അവരുടെ DDNSന്റെ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ അവർ പോയി, ഓട്ടോറിക്ഷയിൽ പോയി അവരെ ഐ വാണ്ട് ടു എസ്കേപ്പ്. അത് കഴിഞ്ഞ് അവരിവിടെ വരുന്നു. എൻ്റെ അമ്മച്ചി ഇവിടെ ഉണ്ട്, ഈ വീട്ടിലാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ചില്ല കിടപ്പുണ്ട്. സംസാരിക്കുന്ന ഈ തമ്മനത്തെ വീട്ടിലല്ല, ഈ വീട്ടിലാണ്, ചില്ല എന്ന ഈ വീട്ടിൽ ഇങ്ങനെ വലിയ ചില്ലയിൽ മാങ്ങ ഉണ്ടായി കിടക്കണം. അതിങ്ങനെ തട്ടുമ്പോൾ മാത്രമാണ് അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ മെലങ്കുളി മാറുന്നത്. അമ്മച്ചിയോടെയും കാര്യങ്ങൾ പറയുന്നില്ല. അവരെന്നോടിപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ തന്നെ അന്ന് എന്നോട് പറഞ്ഞാണ്. ഭക്ഷണം കൊടുക്കുന്നു, കിടത്തി ഉറക്കുന്നു. അതിനുശേഷം അമ്മച്ചി ഇവിടെ കാര്യങ്ങൾ പറയുന്നില്ല. വൈകുന്നേരം അവർ സ്വന്തം ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അന്ന് ഈ ശ്രീലേഖ മിത്ര എന്താണ് അന്ന് ഹോട്ടലിൽ സംഭവിച്ച സംഭവം എന്ന് വിശദമായി പങ്കുവച്ചിട്ടുണ്ടാവും? വിശദമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഡിസ്കഷന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബംഗാളി സ്ത്രീകൾ സിഗരറ്റ് വലിക്കുക എന്നത് അവർ എല്ലാവരും വലിക്കുന്നതല്ല. സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സിഗ്നലായി മലയാളി ഞാൻ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ എന്ന് എന്നോട് കൂടി തട്ടിക്കയറുകയാണ് ഉണ്ടായത്. കാരണം ഞാനാണ് അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശങ്കർ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയേറ്റായി, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ടച്ച് ചെയ്യുന്നതും അപ്പം തന്നെ അവർ ശങ്കറിനെ വിളിച്ച് പറയുന്നു, ഞാൻ ഈ സിനിമയിൽ നിന്നും വാക്കൗട്ട് നടത്തുകയാണ്. അപ്പോൾ അതാണ് ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ പാപം, കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിലാസം തെറ്റാതെ തിരിച്ചു വരുന്നതായിരിക്കും. കർമ്മ എന്നുള്ളൊരു സാധനം ഉണ്ട്, അതുകൊണ്ട് തന്നെയാണോ ഈ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കാം. ഓക്കെ, എനിക്ക് ഈ വ്യക്തി പറയുന്നതിനകത്തുനിന്ന്, ഈ ജോഷി എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നതിനകത്തുനിന്ന് പുള്ളി ഒരിക്കലും കള്ളം പറയുകയാണെന്നൊരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് തോന്നുന്നില്ല. കാരണം രഞ്ജിത്തേട്ടൻ പറയുന്ന വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടപ്പോൾ അതിനകത്ത് പുള്ളി എന്തോ പതുങ്ങിയൊക്കെ സംസാരിക്കുന്നു, അതോ കുറച്ച് ഓക്വേർഡായിട്ടൊക്കെ തോന്നുന്നുണ്ട് പുള്ളിയുടെ ഒരു സംസാരം. എന്നാൽ ഈ ഒരു വ്യക്തി സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, പുള്ളി പറയുന്നുണ്ട് അവിടെ മാവിന്റെ ചില്ല, ആ ചില്ലയിൽ തട്ടുമ്പോൾ മാങ്ങ ഇങ്ങനെ ആ സമയത്ത് മാത്രമേ ഇവരുടെ മുഖത്തൊരു ചിരി കണ്ടുള്ളൂ, അവരാകെ ഡൗൺ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ എന്ന് വരെ പുള്ളി ഇത് ഓർത്തെടുത്ത് ഇത്രയും കാലത്തിന് ശേഷം പറയുമ്പോഴത്തേക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്ന്, പുള്ളി ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത്. പുള്ളിക്ക് അത്രയും നല്ല ഓർമ്മയുള്ളത് കൊണ്ടും ഓരോ കാര്യങ്ങൾ എടുത്ത് പുള്ളി പറയുന്നതുകൊണ്ട് നമുക്കൊരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് കള്ളത്തരം കണ്ടുപിടിക്കാൻ, കള്ളമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു പെർസെന്റേജ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിന് ശേഷം ഈ ഒരു മാങ്ങ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ചില്ലയിൽ തട്ടുമ്പോൾ അവർ ഹാപ്പി ആയിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കെട്ടുകഥയായി പുള്ളി കൊണ്ടുവരുന്നതാണോ എന്നുള്ള ഒരു ഡൗട്ടും ചില ആളുകൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? സോ 2 പെർസ്പെക്റ്റീവ് ഉണ്ട് അതിന്. ഞാൻ 2 അങ്ങ് പറഞ്ഞു പോവാണ്. നമുക്ക് ഒറ്റയടിക്ക് കയറി അങ്ങ് പുള്ളി പറയുന്ന മൊത്തത്തിൽ അങ്ങ് ശരിയാണ് അല്ലെങ്കിൽ പുള്ളി പറയുന്ന മൊത്തത്തിൽ കള്ളമാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ 2 സാഹചര്യമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിന്. അത് ഞാനിവിടെ അങ്ങ് പറഞ്ഞു പോകുന്നു. ഇതിനകത്ത് എനിക്ക് കൂടുതലും വിശ്വസിക്കാൻ തോന്നിയത്, എൻ്റെ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം കള്ളം പറയുകയാണെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ?
ചില ആളുകൾക്ക് വരുന്ന സംശയമാണ് ഞാനിവിടെ പറഞ്ഞത്. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളോളം നമ്മൾ ഓർത്തിരിക്കും. നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറക്കില്ല. ഇവർക്ക് ഈ ഒരു നടിക്ക് ഉണ്ടായ ആ ഒരു നെഗറ്റീവ് സൈഡ് ഈ വ്യക്തി ഓർക്കുന്നുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞിട്ടാണ് ആ നടി ഇവിടെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓർത്തിരിക്കുന്നു. അങ്ങനെ ആയിരിക്കാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ രഞ്ജിത്തേട്ടനെതിരെ തന്നെ വേറൊരാളും കൂടെ വന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? രഞ്ജിത്തേട്ടൻ പാടലം പെട്ടിരിക്കുകയാണ്. ഒന്ന് കണ്ടുപോയിക്കോ. അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞതുപോലെ ശ്രീ രഞ്ജിത്ത് പ്രഗത്ഭനായ വ്യക്തിയായിരിക്കാം, ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിയായിരിക്കാം, അതിലൊന്നും എനിക്ക് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട്, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി കോഴിക്കോട് ടൗൺ ഹാളിലുള്ള ഒരു പൊതുപരിപാടിയിൽ, ഞാനും അതിഥിയായിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട് അങ്ങേയറ്റം അടുത്തിരിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം അന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് 2022 ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മദ്യപാനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരാൾക്കാരുടെ ഇഷ്ടം നമുക്ക് അങ്ങനെ വിടാം. ഇപ്പൊ ഈ ഒരു കേസിൽ അവരുടെ ഇഷ്ടം, പുള്ളിയുടെ ഇഷ്ടമായിട്ട് പുള്ളി കാണിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചോട്ടെ. നമ്മൾ അതിനകത്തൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ എന്റെ ഫാമിലി നടക്കുന്ന ഒരാൾ വേണമെങ്കിൽ എനിക്ക് പറയാം അയാൾ ചെയ്യുന്നത്. പക്ഷെ ഇത് വേറൊരു വ്യക്തിയാണ്. നമുക്ക് അങ്ങനെ പൊതുവായിട്ട് നമുക്ക് നിന്ന് പറയാൻ പറ്റില്ല. അയാൾ ചെയ്യുന്നത് കള്ളു കുടിക്കുന്നത് തെറ്റാണ്, താങ്കൾ കള്ളുകൂടി നിർത്തൂ, പറയാൻ പറ്റില്ല. പുള്ളി അപ്പൊ ചോദിക്കും, അത് എന്റെ ജീവിതം, എന്റെ ഇഷ്ടം, ഞാൻ ചെയ്യും, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്റെ ബന്ധു പോലും അല്ല എന്നൊരു ചോദ്യം പുള്ളി ചോദിക്കും. സോ പുള്ളിയുടെ ഇഷ്ടം, പുള്ളി ചെയ്തോട്ടെ, നമ്മൾ അതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ അത് അങ്ങനെ കണ്ടോണ്ടിരിക്കാനോ കേട്ടോണ്ടിരിക്കാനോ പറ്റില്ല രഞ്ജിത്തേട്ടാ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ അതാണ്. കാരണം ഒരു ഫംഗ്ഷന് ചെന്നപ്പോഴത്തേക്ക് ഇതാ കൂടിയിരിക്കുന്ന ഒരാളായിരുന്നു, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് അദ്ദേഹം വന്ന് പറയുമ്പോൾ അതൊരു വലിയ തെറ്റ് തന്നെയാണ് രഞ്ജിത്തേട്ടൻ ചെയ്തത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥാനത്തിരിക്കുകയാണ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് നിങ്ങൾ. നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വരുന്നു. ഇപ്പൊ ഞാൻ കേട്ടു ഇന്നൊക്കെ താങ്കൾ അതിനകത്തുനിന്ന് ആ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി ഒഴിയണമെന്നൊക്കെ ഒരുപാട് പേര് വന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അതിനെപ്പറ്റി ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. കാരണം ആദ്യമേ ഇത് തെളിയട്ടെ. എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ അതാണ്. ആദ്യമേ ഇയാൾക്കെതിരെ, ഈ നമ്മുടെ രഞ്ജിത്തിനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു പരാമർശങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞ് അദ്ദേഹത്തിനെ ഇവിടുത്തെ നിയമം ശിക്ഷിക്കുമെങ്കിൽ ആ സമയത്ത് അദ്ദേഹം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി ഒഴിയുക തന്നെ വേണം. കാരണം ഇങ്ങനത്തെ വൃത്തികൾ കാണിക്കുന്ന ഒരാൾ ആ ചലച്ചിത്ര അക്കാദമി ആ ഒരു ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനായിരിക്കില്ല. അല്ല, പക്ഷെ ഇത് പ്രൂവൺ ആവട്ടെ. ഏകദേശം ഇത് പ്രൂവ് ആയ ഒരു രീതിയാണ്. കാരണം വന്നവരും പോയവരും എല്ലാം പറയുന്നുണ്ട് അണ്ണൻ വൃത്തികേട് കാണിച്ചു എന്നുള്ളത്. അപ്പൊ അണ്ണൻ സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല ഓട്ടോ. പക്ഷെ തെളിഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കുക തന്നെ വേണം. താങ്കൾ ഒരിക്കലും അതിന് അർഹനല്ല. കിംവദന്തികൾ പലതും നമ്മളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാനൊന്നും വെച്ചിട്ട് സംസാരിക്കാൻ പോകുന്നില്ല, അത് ശരിയല്ല. അതുപോലെ തന്നെ വേറൊരു പോസ്റ്ററും കണ്ടു, ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. അമ്മ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഇടവേള ബാബു ആവശ്യപ്പെട്ടു. നടൻ സുധീഷിൽ നിന്നും മോശം പെരുമാറ്റങ്ങൾ ഉണ്ടായി. ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് പറയുകയാണ് ഈ പരിപാടികളൊക്കെ. ഇടവേള ബാബു അണ്ണാ വലിയ മാന്യനല്ലേ, പെടാൻ പോവാ മൊത്തത്തിൽ. തെളിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊക്കെ പെടും, ഞാൻ അത്രേ പറയുന്നുള്ളൂ. തെളിവുകൾ വരികയാണെങ്കിൽ എല്ലാ ചേട്ടന്മാരും ഇവിടെ പെടും. പക്ഷെ അതൊരു പരിധിയിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടാവുമോ? മറ്റേ ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നവരെ മുക്കിക്കളഞ്ഞു. കാരണം ഇവിടെ പെടരുത്, അമ്മമാരും പെടരുത്. പക്ഷെ ആൾക്കാരെല്ലാരും ഡീവിയേറ്റ് ചെയ്ത് കുറച്ചു കാലം ഇതിന്റെ പുറകെ പോകണം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാവർക്കും അത്രേ ഉള്ള ആവശ്യം. അത് നടക്കുന്നുണ്ട്. അത് അക്കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെന്റ് നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇതിന്റെ പുറകെ, ഒരു കാര്യമില്ലെങ്കിലും ഇതിന്റെ പുറകെ. ജനങ്ങൾക്കും കാണാൻ താല്പര്യം അതായി. മനസ്സിലായില്ലേ? ഇടയ്ക്ക് അവിടെ എവിടെയൊക്കെ ഓരോ കമന്റുകൾ ഞാൻ കാണാം. മുല്ലപ്പെരിയാർ പൊട്ടുവാണ, മുല്ലപ്പെരിയാറിനെ പറ്റി പറയണ. മക്കളെ, നമുക്ക് ആഗ്രഹമില്ല എന്തല്ല, ഇവിടെ ഒരുത്തനും ഇല്ല അതൊന്നും നോക്കാൻ. ഇവിടെ കിടന്ന് കാറിക്കൂവാവതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്, നിങ്ങളോട് എല്ലാവരുമായിട്ട് ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയുക. എന്തുകൊണ്ട് ഞാനിത് വന്ന് ചെയ്യുന്നതെന്നൊരു ചോദ്യം നിങ്ങൾക്ക് കാണും. വേറെ എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുത്തനും ഇല്ലടേ കാണാൻ. ആർക്കും താല്പര്യം, നിങ്ങൾ എല്ലാവരും കാണുമെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷെ ആർക്കും താല്പര്യമില്ല. ഇത് മാത്രമാണ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കണ്ടേ നമുക്കും, വേണ്ടേ? അതുകൊണ്ടാ. ഇല്ലെങ്കിൽ എന്നിട്ട് വരെ ഞാൻ ഇടയ്ക്ക് വേറെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല, എന്നാലും ഞാൻ ചെയ്യും. പക്ഷെ എല്ലാം അത് മാത്രം ചെയ്താൽ ഞാൻ പട്ടിണിയായി പോകും. അതുകൊണ്ട് മാത്രമാണ്. എല്ലാവരും അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ
വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ഒന്നൊന്ന് നമ്മളെയും കൂടെ ഒന്ന് പുഷ് ചെയ്ത് മേപ്പോട്ട് കയറ്റുക. അങ്ങനെയാണെങ്കിൽ നല്ല ഖാനത്തിന് ഞാൻ അടിക്കും. എന്റെ കണ്ണിൽ കാണുന്ന തെണ്ടിത്തരകളെല്ലാം ഞാൻ പറയും, എനിക്ക് ഒരു മടിയില്ല അതിനകത്ത്. ഓക്കെ, അത് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ